കൊടകര കുഴൽപ്പണക്കേസിൽ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചു. വിചാരിക്കപ്പെട്ടതുപോലെ, പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ അതിലെ രാഷ്ട്രീയം തൊടാതെ അല്ലെങ്കിൽ ബി.ജെ.പിയിലേക്ക് ആ പണം എത്താതെയുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതൊരു കവർച്ചാ കേസ് മാത്രമായി ഒതുങ്ങുമോ എന്നുള്ള സംശയം ആ കുറ്റപത്രത്തിൻ്റെ കണ്ടന്റ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്നുവെച്ചാൽ തിരൂർ സതീഷ്, തൃശ്ശൂരിലെ ബി.ജെ.പി. ഓഫീസ് സെക്രട്ടറിയായ തിരൂർ സതീഷ് പറഞ്ഞ അല്ലെങ്കിൽ തിരൂർ സതീഷിൻ്റെ മൊഴികളുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത കണ്ടൻ്റാണ് ആ കുറ്റപത്രത്തിലാകെ ഉള്ളത്. ആ പണം എത്തിച്ചത് ആലപ്പുഴയിൽ വസ്തു വാങ്ങാൻ വേണ്ടി മാത്രമാണ്. അതേസമയം പോലീസിൻ്റെ അന്വേഷണത്തിൽ, അനുബന്ധ അന്വേഷണത്തിൽ ഇത് തിരൂർ സതീഷിൻ്റെ വാദത്തിൽ കൃത്യമായ കഴമ്പുണ്ടെന്ന് വ്യക്തമാവുകയും അത് സംബന്ധിച്ചുള്ളൊരു തുടരന്വേഷണ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇ.ഡിയുടെ കുറ്റപത്രവും പോലീസിൻ്റെ തുടരന്വേഷണ റിപ്പോർട്ടും തമ്മിലുള്ള ഒരു ക്ലാഷ്, അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളത് കൂടി സംസാരിക്കുകയാണ് നമ്മൾ. വേണോട്ട, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ ഈ കുറ്റപത്രം ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക എന്നുള്ളത്? എന്തുകൊണ്ടായിരിക്കും അതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഫണ്ട് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഏരിയ ഒന്നും അന്വേഷിക്കാതെ പോയത് ഇ.ഡി? ഇങ്ങനെ തന്നെ ഒരു റിപ്പോർട്ടാകും ഇ.ഡി നൽകുക എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നതായിരുന്നു. അതല്ലാതെ ഇ.ഡിയുടെ ഈ മോദി വന്നതിന് ശേഷമുള്ള പ്രവർത്തന രീതി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ഒരു കുറ്റപത്രം കൊടുക്കുമെന്ന് ആരും കരുതില്ല. പക്ഷേ ഇത്രമാത്രം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അന്വേഷണം പോകാതെ ആ ഏജൻസി ഒരു കുറ്റപത്രം നൽകിയത് ഒരല്പം അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷേ അപ്പോഴും പൊടുന്നനെ ഉണ്ടായ ഒന്നായി ഇതിനെ കണ്ടുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദീർഘനാളായി ഇവർ ഈ കുറ്റപത്രം നൽകാതെ വെച്ച് വൈകിപ്പിക്കുന്നുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി അത് കോടതിയിലെത്തിയതുമാണ്. ഈ വൈകൽ ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരാളാണ് ഹർജിക്കാരനായി ചെന്നത് ഹൈക്കോടതിയിൽ. ആ ഘട്ടത്തിൽ ഹൈക്കോടതി ആ ഹർജി തള്ളുകയുണ്ടായി. അതിൻ്റെ കാരണമായി പറഞ്ഞത് ഈ കേസുമായി അയാൾക്ക് നേരിട്ട് ബന്ധമില്ല എന്നതാണ്. അപ്പോൾ കക്ഷിയാകാൻ യോഗ്യതയില്ലാത്ത ഒരാളുടെ ഹർജി ആ നിലയിൽ പരിഗണിക്കേണ്ടതില്ല എന്ന രൂപത്തിലായിരുന്നു അന്നത് തള്ളിയത്. ഏതാണ്ട് 3ഓളം ഹർജികളാണ് ഈ രൂപത്തിൽ ഹൈക്കോടതിയിൽ വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിലൊന്ന് കോടതിക്ക് നിരാകരിക്കാൻ കഴിയാത്ത ഒരാളുടെ ഹർജിയാണ്. അത് 50-ാം പ്രതി, ഒരു സന്തോഷോ എന്നോ മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര്, അയാൾ നൽകിയ ഹർജിയാണ്. ആ ഹർജിയിൽ അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അയാൾ സാക്ഷിയാണിതിലെ. സാക്ഷിയെന്ന് വെച്ചാൽ ഈ പണം കവർച്ചാ സംഘം കവർന്നല്ലോ, അത് പിന്നീട് അവർ മറ്റു പല സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വില കൂടിയ വാച്ചുകൾ, സ്വർണം, ഇതൊക്കെ വാങ്ങാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടുകെട്ടുകയുണ്ടായി കേരള പോലീസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സാക്ഷിയും കൂടെയാണ്. അപ്പോൾ ഇ.ഡി കേസിലും ഇയാൾ സാക്ഷിയാണ്. ഈ വസ്തുവകകൾ കണ്ടെടുക്കുന്ന ഘട്ടത്തിൽ, ഈ തെളിവ് കണ്ടെടുക്കുന്ന ഘട്ടത്തിൽ ഉള്ള ഒരു സാക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ തുകയേക്കാളെന്ന് തിട്ടപ്പെടുന്ന ഘട്ടത്തിലൊരു സാക്ഷിയാണ്. ആ സാക്ഷി പറഞ്ഞ ആവശ്യമെന്ന് പറയുന്നത് ഇ.ഡിയുടെ അന്വേഷണം വേഗത്തിലാക്കുക, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും അന്വേഷണം പോകണം, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ആ ഘട്ടത്തിൽ ഇ.ഡി കോടതി സമക്ഷം തന്നെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ് എന്ന്, എന്തല്ല എന്ന് പറയുന്നില്ല, എന്താണ് അന്വേഷിക്കുന്നത് എന്ന്. ഇതൊരു ഹൈവേ റോബറിയാണ്. അവിടെ നിന്ന് പിന്നീട് ഈ പറയുന്ന കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തപ്പെടുന്നു. അതാണല്ലോ കേസ്. ആ പണം, ആ കള്ളപ്പണം എന്തിനൊക്കെയാണ് വിനിയോഗിച്ചത്, അതാണ് ഞങ്ങൾ അന്വേഷിക്കുക എന്ന് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നവംബറിൽ ഇത് കോടതിയിൽ വന്നിട്ടുള്ളതാണ്. അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇ.ഡി ഇങ്ങനെ പറഞ്ഞതായി ആ വാർത്തകളിലുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ വീണ്ടും ഇത് വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലും ഇ.ഡി ഇത് തന്നെ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത്രയും ഗൗരവത്തിൽ അതിപ്പോൾ പരിശോധിക്കുകയാണ് എങ്കിൽ പോലും അന്നേ ഇ.ഡി പറഞ്ഞതായി ബന്ധപ്പെട്ടവർക്കറിയാം. ഇപ്പം നമുക്കൊക്കെ വേണമെങ്കിൽ ഉപേക്ഷ വിചാരിക്കാം. പക്ഷേ ഈ ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ ഭാഗം പറയേണ്ട ആളുകളൊക്കെ ഉണ്ടല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗം പറയേണ്ട ആളുകളുണ്ട്. അത് മാത്രമല്ല, ഇ.ഡി ഈ കാര്യത്തിൽ ഇങ്ങനെ വെച്ചു വൈകിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാരും കോടതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ. ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് സർക്കാർ ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടാതെ പോയി? പിന്നെ നമുക്കുള്ള എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിനുള്ളൊരു പിടിവള്ളി എന്ന് പറയുന്നത്, ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയതിന് ശേഷം ഇത് PMLAയിൽ വരുന്നതാണ്, അത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ അധികാരപരിധിയുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ട് നൽകിയതാണ്. നമ്മൾ 110 ദിവസം കൊണ്ട് തന്നെയാണ് അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തത്. അതിലൊന്നും വൈകലുണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇ.ഡിക്കാണ്, ആദായ നികുതി വകുപ്പിനാണ്, ചീഫ് ഇലക്ടറൽ ഓഫീസർക്കാണ്. കാരണം ഇലക്ഷൻ സമയത്താണ് ഈ വലിയ തുക വരുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് എന്ന കാര്യവും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്കെല്ലാം അയക്കുന്നത്. രാജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരാണ് അയക്കുന്നത്. പിന്നെ കാലം എത്ര കഴിഞ്ഞു? ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊരു റിമൈൻഡർ നമ്മൾ അയക്കുന്നുണ്ടോ? ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇല്ല എന്നതാണ്. അപ്പോൾ ഒരു ഉപേക്ഷയുണ്ട്. അവരാണിത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നാം കൈയും കെട്ടിയിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ
ആണ് ഇതിനകത്ത് BJP-യെ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവരെന്നതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മുൻകൈ ഉണ്ടാകില്ല. ഇപ്പോൾ ലൈഫ് മിഷൻ്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിലോ ഇനി അതുമല്ല കരുവന്നൂരിൻ്റെ കാര്യത്തിലോ ഒക്കെ ഉണ്ടാകുന്ന ഉത്സാഹം സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകില്ലല്ലോ, BJP പ്രതികൂട്ടിൽ നിൽക്കുന്നൊരു വിഷയത്തിൽ. അപ്പോൾ അത് നീട്ടി കൊണ്ടുപോകുന്നതിലെ നമ്മുടെ ഉപേക്ഷ എന്തായിരുന്നു? ആ ഉപേക്ഷയുമായി ബന്ധപ്പെട്ട് വേണം ഈ സർക്കാർ സംവിധാനം ഹൈക്കോടതിയിൽ കാട്ടിയ നിസ്സംഗതയും കാണേണ്ടത്. കാരണം ഇവരേതിലേക്കാണ് അന്വേഷണം പോകാതിരിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ അത് പരിശോധിക്കണമെന്ന് പറയണമായിരുന്നു. അത് ഈ സർക്കാർ ഇന്നിപ്പോൾ ഗോവിന്ദമാഷ് ഈ ED-യുടെ രാഷ്ട്രീയമൊക്കെ വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. പക്ഷേ ഇത്തരം ചില കാര്യങ്ങളിൽ മറുപടി പറയാൻ CPM ബാധ്യസ്ഥമാണ്, സംസ്ഥാന സർക്കാരും ബാധ്യസ്ഥമാണ്. പിന്നെ വേറൊരു പ്രശ്നം ഇതിൽ സൈഫു, ഇപ്പോൾ ഈ കേസ് എന്ന് പറയുന്നതിൻ്റെ തുടക്കം ഈ 2021 ഏപ്രിൽ 3 പുലർച്ചെയുള്ള ഈ ഹൈവേ റോബറി, അതിലെ ആവലാതിക്കാരൻ എന്ന് പറയുന്നത് ഈ ഷംജീർ എന്ന് പറയുന്ന ഡ്രൈവറാണ്. ധർമ്മരാജൻ പണം കൊടുത്തു വിടുന്നു, ഈ ഡ്രൈവറാണ് പരാതിക്കാരൻ. അങ്ങനെ വരുമ്പോൾ അയാൾ പറയുകയാണ് ധർമ്മരാജൻ കൊടുത്തുവിട്ട പണമാണ് ഇതെന്ന്. അപ്പോൾ ഇതിൽ ധർമ്മരാജനെ പ്രതിയാക്കാൻ കഴിയില്ല. കാരണം ധർമ്മരാജൻ്റെ പണം ഷംജീറിൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നു, അത് മറ്റാരും അപഹരിക്കുന്നു, അതിൽ പിന്നെ ധർമ്മരാജനെ പിടിച്ച് പ്രതിയാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ധർമ്മരാജൻ സാക്ഷിയായത് ആ കേസിൽ. പിന്നെ ധർമ്മരാജൻ്റെ മൊഴിയിൽ കേരള പോലീസിന് സംശയം തോന്നി വീണ്ടും അയാളുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോഴാണ് 41 കോടി 40 ലക്ഷം പല ഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ED-യോട് നിഷേധിച്ചിട്ടുണ്ട് ഈ പറയുന്ന ധർമ്മരാജൻ. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എവിഡൻഷ്യറി വാല്യൂ നോക്കുമ്പോൾ നമ്മൾ പോലീസിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് എവിഡൻഷ്യറി വാല്യൂ ഇല്ല, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ED-ക്ക് കൊടുക്കുന്നതിൽ അങ്ങനെയല്ല. ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണല്ലോ. ED-ക്ക് കൊടുക്കുന്ന ഈ മൊഴികൾ എവിഡൻഷ്യറി വാല്യൂ ഉള്ളതാണ് എന്ന് മാത്രമല്ല, ED കേസുകളുടെ ഒരു പ്രത്യേകത എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടെ ബലവത്താണ് ഈ പറയുന്ന ധർമ്മരാജൻ ED-ക്ക് കൊടുത്തിരിക്കുന്ന മൊഴി നിയമത്തിൻ്റെ നോട്ടത്തിൽ. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ദഹിക്കുമോ ഇല്ലയോ എന്നത് വിടാം. പരമപ്രധാനമായ മറ്റൊരു കാര്യം, 3.5 കോടിയുടെ സോഴ്സ് ഇയാൾ കാണിച്ചിട്ടുണ്ട് ധർമ്മരാജൻ. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു കള്ളപ്പണ ഇടപാടിൻ്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? നിലവിലെ കുറ്റപത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ്, കുറ്റപത്രം നമ്മളാരും കണ്ടിട്ടില്ല എൻ്റെ മുഴുവൻ ടെക്സ്റ്റും, കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇയാൾ ഈ സോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അതിൻ്റെ മേളിൽ ഇനി എങ്ങനെയാണ് ഈ പറയുന്ന BJP-യുടെ നേതാക്കന്മാരെ ഇതിലേക്ക് പിടിക്കാൻ കഴിയുന്ന ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയുക എന്ന ചോദ്യമുണ്ട്. BJP-യെ സംരക്ഷിക്കുന്ന വാദങ്ങളായി ഞാൻ അവതരിപ്പിക്കുകയല്ല കേട്ടോ. നമുക്ക് അറിയേണ്ട വിവരങ്ങൾ കൂടുതലായി അവിടെ ബാക്കി കിടക്കുന്നു, ആ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ഇപ്പം പോലീസ് നടത്തിയിരിക്കുന്ന ഒരു നീക്കമെന്ന് പറയുന്നത് ഈ 1-2 ദിവസത്തിനിടയിൽ നടന്നതാണ്. ഇന്നാണ് മാധ്യമ വാർത്തയായത് പുറത്തു വന്നത്. അതായത് ഈ 2ാം അന്വേഷണവും നമ്മൾ പൂർത്തിയാക്കിയെന്ന്. തിരൂർ സതീഷിൻ്റെ മൊഴിയാണല്ലോ. അതിലൊക്കെ നമ്മൾ വളരെ ഉത്തരവാദിത്തോടെയാണ് ചെയ്തത്. ഇരിങ്ങാലക്കുട കോടതിയിൽ പോയി നമ്മൾ ആദ്യം ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ച കോടതിയാണ്. അവരോട് പറയുകയാണ് അതായത് ഇങ്ങനൊരു പുതിയ മൊഴി വന്നിരിക്കുകയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണം. കോടതി അത് അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോലീസ് സംഘം അത് അന്വേഷിച്ച് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പോലീസ് പറയുന്നൊരു കൃത്യമായ കാര്യമുണ്ട്, സതീഷ് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കഴമ്പുള്ളതാണ് എന്നാണ്. അപ്പോൾ ED-യോട് എന്താണോ ധർമ്മരാജൻ പറഞ്ഞ് അവസാനിപ്പിച്ച അധ്യായം അത് തുറക്കാൻ കഴിയുന്ന ഒരു താക്കോൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതി വഴി നീക്കം നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ തിരൂർ സതീഷിനെ ഒരിക്കലും ഒരു ഘട്ടത്തിലും ED മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടില്ല. അപ്പോൾ കോടതിയിലൂടെ ഇനിയിപ്പോൾ ഇത് സാധ്യമാകുമോ എന്നതിനി പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോഴും ഒരു കാര്യമുണ്ട്, ഇന്നലെ ഈ വിഷയം വന്ന ഘട്ടത്തിൽ വിവിധ ചാനൽ ചർച്ചകളിൽ വന്ന BJP-യുടെ പ്രതിനിധികൾ തിരൂർ സതീഷും കൂടെ പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സതീഷ് പറയുന്നത് പോലെ ധർമ്മരാജൻ അവിടേക്ക് തൃശ്ശൂരിലെ BJP ഓഫീസിലേക്ക് വന്നുവെങ്കിൽ, സതീഷ് അതിൻ്റെ ദൃക്സാക്ഷിയാണ് എങ്കിൽ, 6.5 കോടി അവിടെ വെച്ചുവെങ്കിൽ, അതിൽ നിന്ന് 3.5 കോടിയാണ് ഈ പറയുന്ന ആലപ്പുഴയിലേക്ക് കൊടുത്തുവിട്ടതും കവർ ചെയ്യപ്പെട്ടതും എങ്കിൽ, ആ 6 ചാക്കുകൾ ഈ തൃശ്ശൂരിലെ ജില്ലാ BJP ഓഫീസിൽ ഉള്ളതിൻ്റെ CCTV ദൃശ്യം വേണ്ടേ? CCTV ദൃശ്യമില്ല, ആ ഘട്ടത്തിൽ ആ ക്യാമറകൾ കേടായിരുന്നു എന്നൊക്കെയുള്ള വിവരമാണെങ്കിൽ നമുക്ക് സംശയിക്കാം കൃത്രിമം നടന്നുവെന്ന്. എനിക്കറിയില്ല, ഈ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. തിരൂർ സതീഷ് ഒരു ചർച്ചയിലും അത് ഖണ്ഡിക്കുന്നതും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ CCTV ദൃശ്യങ്ങൾ പ്രവർത്തനക്ഷമമായിരുന്നു എന്നാണ് പറയുന്നത് BJP വക്താക്കൾ വന്നിരുന്നു പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ചാക്കുകളൊക്കെ ആയിട്ട് കയറി പോകുന്നത് കാണേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ദൃശ്യവുമില്ല. അതുകൊണ്ട് ഇയാൾ 4 വർഷത്തിന് ശേഷം മറ്റെന്തോ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നാണ്. എന്തായാലും സതീഷിൻ്റെ ഒരു വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു ആ പ്രതികരണങ്ങളെങ്കിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സതീഷും ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അയാൾ BJP നേതാക്കന്മാർക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സതീഷ് ആയാലും കേരള പോലീസ് ആയാലും നീങ്ങുകയാണ്. ED പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയുമാണ്.
ED-യെ പുതിയ അന്വേഷണങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാകുമോ ഇതെല്ലാം കാണുന്നൊരു PMLA കോടതിയുണ്ട്. ആ കോടതി ഈ ചാർജ് ഷീറ്റിൽ ഇങ്ങനെ പരിമിതികളുണ്ടല്ലോ, അതിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്ന് ചോദിക്കുമോ ഇല്ലയോ എന്നതിലാണ് ഇനി ഈ കേസിൻ്റെ ഭാവി. നിഷാദ്, ഈ കഴമ്പില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ BJP ഓഫീസുമായി കണക്ട് ചെയ്യാൻ പാകത്തിലുള്ള തെളിവുകളില്ലാത്തത് കൊണ്ടോ ആയിരിക്കുമോ ED അതിൻ്റെ രാഷ്ട്രീയം അന്വേഷിക്കാതിരുന്നത് എന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല സൈഫു. ഈ കേസ് വരുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഹൈവേ റോബറി കേസായിട്ടാണ് ആദ്യം വരുന്നത്. പിന്നെ ഇതൊരു വലിയ കുഴൽപ്പണ ഇടപാടാണെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നതാണെന്നും സോഴ്സ് പുറത്തു പറയാൻ പ്രയാസമുള്ള കേസാണെന്നും ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ അതിൽ ഇടപെടേണ്ട ഏജൻസി ED ആണ്. പക്ഷേ ഹൈക്കോടതി പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അതിൽ അന്വേഷണം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന ഒരു മറുപടി പോലും കോടതിയിൽ നൽകാൻ ആദ്യഘട്ടത്തിൽ ED തയ്യാറാവുന്നത്. ബാക്കി രാജ്യത്ത് എല്ലായിടത്തും ഇത്തരം കേസുകൾ വന്നാൽ ഓടിപ്പിടിക്കുന്ന ED-യെ ഹൈക്കോടതിക്ക് പല കുറി വിളിച്ചു വരുത്തേണ്ടി വന്നു, നിങ്ങളിത് അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ. അങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ED ഈ കേസിലേക്ക് വരുന്നതെന്ന് ആലോചിക്കണം. അതായത് ഈ നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആ സംഘത്തിനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ കേസിൽ ഇങ്ങനെയൊരു ക്ലൈമാക്സ് ഉണ്ടാകുന്നത്. ആരും മറിച്ച് പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നത്തെ ഇന്ത്യയിൽ നമുക്കറിയാം. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. BJP ഇതര കക്ഷികളുടെ അഴിമതി ഇടപാടുകളെക്കുറിച്ച് മാത്രമാണ് അവ അന്വേഷിക്കുന്നത്. ഏതെങ്കിലും ഒരു BJP നേതാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു റെയ്ഡോ അന്വേഷണമോ അല്ലെങ്കിൽ BJPയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ടികളോ നേതാക്കളോ ആയിട്ടുള്ള ആരുടെയെങ്കിലും വീട്ടിലോ സ്ഥാപനത്തിലോ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്കെതിരെയോ ഒരന്വേഷണവും കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ആ ഏജൻസി നടത്തിയിട്ടില്ല എന്നോർക്കണം. ഇപ്പോൾ ഈ കൊടകരയിലെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട കേസ് എടുത്ത് നോക്കുക. അപ്പം അതിൽ കാണേണ്ട ഒരു പ്രധാന കാര്യം, BJPക്കാരായ എല്ലാവർക്കും ഇതൊരു വ്യാജ ആക്ഷേപമാണ് ഞങ്ങൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന അഭിപ്രായം ഇല്ല. കേരളത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന BJPക്കാരിൽ നല്ല ശതമാനം BJPക്കാർ ഇത് സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന പണമാണ്. അതിൽ തന്നെ പല BJP നേതാക്കളും നമ്മളോട് സംസാരിക്കും പറഞ്ഞിട്ടുണ്ട്, ഇത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കപ്പെടാതെ ചില ആളുകൾ സ്വന്തം കീശയിലാക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ സംഭവം. കേരളത്തിലെ BJPക്കകത്തെ വിഭാഗിതമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് ഇടക്കാലത്ത് ഈ കള്ളപ്പണ കേസ് ഉയർന്നു വരികയും ചെയ്ത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ എതിരാളികൾ BJPക്ക് നേരെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം മാത്രമല്ല, അതിനപ്പുറം BJPക്കകത്ത് തന്നെ നല്ല ശതമാനം നേതാക്കളും പ്രവർത്തകരും ഈ പണം നമുക്ക് വന്നിട്ടുണ്ടെന്നും ആ പണം ഇങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് കേവലമായ ആക്ഷേപമല്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ എവിടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കേസ് എടുക്കാൻ ഒരു താല്പര്യവും ED കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ജോർജ് സോറോസിൻ്റെ ഏജൻസിയിൽ നിന്ന് പണം വാങ്ങി എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ കയറി നിരങ്ങിയ സംഘമാണ് ED. സ്രോതസ്സിൻ്റെ അങ്ങേ തല വരെ പോകാൻ അവർക്കൊരു മടിയില്ല. പോയിട്ടുണ്ട് പല കേസുകളിൽ. ഇതിൽ സ്രോതസ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. അത് നോക്കേണ്ട IT ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇൻകം ടാക്സ് ആണെന്ന്. അപ്പോൾ അത്രമേൽ ഞങ്ങളുടെ പരിധിക്കപ്പുറം ഞങ്ങൾ ഒരു ഘട്ടത്തിലും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ധർമ്മരാജന് സോഴ്സ് കാണിച്ചു, ധർമ്മരാജന് പോലീസിൻ്റെ അടുത്ത് സോഴ്സ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ സോഴ്സ് കാണിച്ചു. നേരത്തെ വേണുവട്ടം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, PMLA നിയമപ്രകാരം EDക്ക് കൊടുക്കുന്ന മൊഴി തെളിവായി പരിഗണിക്കപ്പെടും. പിന്നെന്താണ്, സൈഫിനെതിരെ ED കേസിട്ടാൽ സൈഫ് തെളിയിക്കണം, ഞാനല്ലെന്ന്. അതാണ് അതിൻ്റെ ഗുരുതരമായ അപകടം. ഇപ്പോൾ ED കേസുകളിൽ ജയിലിൽ കിടക്കുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും പുറത്തിറങ്ങാൻ കഴിയാത്തത് അത്രയും പല്ലും നഖമുള്ള നിയമമാണ് അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പെട്ടുപോയ മനുഷ്യർക്ക് ഊരാൻ പാടാണ്. ഒരു തെളിവുമില്ലെങ്കിലും നിങ്ങൾ കിടക്കുമകത്ത്. ഇപ്പോൾ മനീഷ് സിസോദിയെ പോലുള്ള ആൾക്കാർക്ക് ജയിലിൽ കിടന്ന് എന്തുകൊണ്ടാണ്? ആ നിയമത്തിൻ്റെ പിടുത്തം അത്രയാണ്. അത്ര അനീതി നിറഞ്ഞ ഒരു കരിനിയമമാണ് ആ നിയമം. അതുകൊണ്ടാണ് ആളുകൾക്ക് പുറത്തു വരാൻ കഴിയാത്തത്. അല്ലാതെ നോക്കൂ, നിങ്ങൾ നിരപരാധികളാണെങ്കിൽ നിങ്ങൾക്ക് ED കേസിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ലെന്നൊക്കെ BJPക്കാർ ചോദിക്കും. അങ്ങനെ വരാൻ കഴിയില്ല. ഇതേ നിയമം നാളെ BJP മാറി വേറൊരു ഗവൺമെൻറ് വന്നാൽ BJPക്കാരായ ആൾക്കാരെ പിടിച്ചാൽ അവർക്ക് പുറത്തു വരാൻ കഴിയില്ല. അപ്പോൾ അതാണ് ആ നിയമത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യതയെ നല്ല നിലയ്ക്ക് പ്രയോജനപ്പെടുത്തുകയാണ് EDയും ധർമ്മരാജനും. ധർമ്മരാജൻ പറയുന്നു, എൻ്റെ സോഴ്സ് ഉണ്ട്, IT ഡിപ്പാർട്ട്മെൻറ്റാണ് അന്വേഷിക്കേണ്ടത്. ED ഇതാണ് അന്വേഷിക്കുന്നതെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ് എന്താ അന്വേഷിക്കും? IT ഡിപ്പാർട്ട്മെൻറ്റ് ആരുടെ കയ്യിലാണ്? സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ED എന്ന് പറഞ്ഞ ഏജൻസി കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ അതിൻ്റെ കേസിൻ്റെ കുറ്റപത്രം, അതിൻ്റെ അന്വേഷണത്തിൻ്റെ വിശദാംശം വേണോട്ടും പറഞ്ഞു. അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ ഏജൻസിയെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അന്താരാഷ്ട്ര കരാറിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ്. ഭീകരവാദത്തിനുള്ള ഫണ്ടിങ് തടയുക എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമല്ല, അതിൻ്റെ ഉദ്ദേശം അതാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഏജൻസി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഭീകരവാദത്തിനുള്ള ഫണ്ടിങ് തടയുന്നതിന് വേണ്ടി മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ എങ്ങനെ ഉപയോഗിക്കാം, സ്വന്തം പാളയത്തിലെ അനധികൃതമായ കച്ചവടങ്ങൾക്ക് എങ്ങനെ സംരക്ഷണ കവചമൊരുക്കാം എന്നതിനാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നമുക്ക് ഓർമ്മയുണ്ട്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ EDയുടെ പങ്ക് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം പല സ്ഥലത്തും ED റെയ്ഡ് നടത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീട് തുടർ നടപടിയൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അതിന്മേൽ തുടർ നടപടി ഇല്ലാത്തത് അന്വേഷണം വരുമ്പോൾ ആ കമ്പനികൾ
കേന്ദ്ര സർക്കാരിന് വലിയ തോതിൽ ഇലക്ട്രൽ ബോണ്ട്, BJPക്ക് വലിയ തോതിൽ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനികൾക്കെതിരെ പിന്നെ അന്വേഷണമില്ല. അനധികൃതമായി മരുന്ന് നിർമ്മിക്കുന്ന കമ്പനികൾ, മാലിന്യ പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ പേരിൽ നോട്ടീസ് കിട്ടിയ കമ്പനികൾ, അങ്ങനെ ഗുരുതരാക്ഷേപങ്ങൾ നേരിട്ട പല കമ്പനികളിലും പലതരത്തിൽ EDയുടെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ. അവയെല്ലാം പിന്നീട് നിന്നു പോവുകയും ദുരൂഹമായി നിന്നു പോവുകയും BJPയുടെ അക്കൗണ്ടിലേക്ക് കോടാനുകോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി വരികയും ചെയ്തതാണ്. അപ്പോൾ ഒരു ഏജൻസി ഏത് നിലക്കൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിൻ്റെ തത്സമയ കാഴ്ച. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഒരു ഏജൻസി ശരിയാമണ്ണം പ്രവർത്തിക്കും, ശരിയാമണ്ണം ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും കുറ്റക്കാരെ ശിക്ഷിക്കാൻ ഇടപെടുകയും ചെയ്യും എന്ന നമ്മുടെ ഒരു സിസ്റ്റത്തിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുമല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരോടും ഒരേ നിലയ്ക്ക് പെരുമാറുക എന്നത് ഇന്ത്യ പോലെ രാജ്യത്ത് പ്രധാനമാണെന്ന് നമ്മൾ പറയാൻ കാര്യം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ രാജ്യം എന്നേ പാകിസ്ഥാനൊക്കെ പോലെ അസ്ഥിരമായി പോയേനെ. കാരണം നമ്മൾ എല്ലാ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു, അധികാര മാറ്റത്തിന് എല്ലാവരും നിന്നു കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഒരു അടിസ്ഥാന ശക്തി. അതിൽ നമുക്ക് അവിശ്വാസം വന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്തായിരിക്കും? തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നമുക്ക് വിശ്വാസമില്ല, കമ്മീഷന് വിശ്വാസമില്ല. അതുപോലെ തന്നെ ED പോലുള്ള ഏജൻസികളുടെ വിശ്വാസം നഷ്ടപ്പെടുക. എല്ലാം സർക്കാരിൻ്റെ ഒരു പ്രൊപ്പഗൻഡ മെഷീനായിട്ടോ സർക്കാരിൻ്റെ വേട്ടമൃഗത്തെ പോലെ പെരുമാറുക എന്ന് വെച്ചാൽ ജനങ്ങളിൽ നല്ല വിഭാഗം ആളുകൾക്ക് ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത് കാണേണ്ട കാര്യം സമ്പൂർണ്ണമായും സർക്കാരിൻ്റെ രാഷ്ട്രീയ പദ്ധതിക്കൊപ്പിച്ച് നീങ്ങുന്നവരായി മാറുന്നു ഈ പറയുന്ന ഏജൻസികളെല്ലാം തന്നെ. CBI ആയാലും ED ആയാലും NIA ആയാലും ഇൻകം ടാക്സ് ആയാലും എല്ലാവരും. നമുക്കറിയാമല്ലോ, കേരളം വിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലൊക്കെ IT ഡിപ്പാർട്ട്മെൻറ്റാണ് ഇറങ്ങിക്കളിച്ചത് മുഴുവൻ തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പം എന്താണോ ശരിയാവണ്ണമുള്ള ദൗത്യം അത് നിർവഹിക്കാതിരിക്കുക, ഈ പണി എടുക്കുക എന്ന് പറയുന്ന ഗുരുതരമായ കുഴപ്പത്തിലേക്ക് നമ്മുടെ രാജ്യം വന്ന് മാറിയതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടി ഇതിനെ എടുക്കണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് BJPക്ക് അപ്പുറം പോയി പ്രവർത്തിക്കുന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലാത്ത കാലമാണ്. അതുകൊണ്ട് കൊടകരയിൽ എനിക്കെതിരെ വല്ല തെളിവുകൊണ്ട് പിടിച്ചോളൂ എന്ന് K. സുരേന്ദ്രൻ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടെന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ്. പിന്നെ EDക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കേണ്ട, അവർക്കറിയാം, അവരതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞു. ആരെ പിടിക്കണം, ആരെ പിടിക്കരുത് എന്ന കാര്യത്തിലൊക്കെ അവർക്ക് അവരുടെ മൈൻഡ് സെറ്റായി കഴിഞ്ഞിട്ടുള്ളതാണ്. EDയുടെ ചീഫായിരുന്ന ആളതായി ഇപ്പോൾ പിടിച്ച് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവാക്കി മാറ്റിയിരിക്കുകയാണ്. സ്ഥിര നിയമനം കൊടുത്തിരിക്കുന്നു. ED ചീഫായിരുന്ന ആൾ. ചീഫിനെ നിലനിർത്തുന്നതിൻ്റെ പേരിൽ അതായത് ടെന്യൂർ നീട്ടിക്കൊടുക്കാൻ വേണ്ടി ഉണ്ടായ ബഹളം നമുക്ക് ഓർമ്മയുണ്ട്. ആവശ്യമുള്ള ആളുകളെ, കംഫർട്ടബിളായ ആളുകളെ പ്രധാനപ്പെട്ട പദവികൾ നിർത്തുക, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. അവരവരുടെ പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ റിവാർഡ് കൊടുക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ ഞങ്ങൾക്ക് വേണ്ടി വിധികൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അവരെ MP-മാരാക്കുക, അവർക്ക് വേറെ പദവികൾ കൊടുക്കുക എന്ന സംഗതി ഇവിടെ ഇങ്ങനെ. അതുകൊണ്ട് ഈ രാജ്യത്തെ സിസ്റ്റം എന്തുമാത്രം പൊല്യൂട്ടഡ് ആയിരിക്കുന്നു, എന്തുമാത്രം അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് കൂടി കൊടകരയെ കാണണം. എന്തായാലും കൊടകര കേസിൽ ED നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി സംസ്ഥാന പോലീസിന് ഇതിനകത്ത് എന്തെങ്കിലും കൗണ്ടർ ചെയ്യാൻ കഴിയുമോ എന്നതും ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും നിർണായകമാണ്.